പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ പരിശീലന പദ്ധതിയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക ചരിത്ര പശ്ചാത്തലത്തിലാണ് സാഹിത്യത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അങ്ങനെയാണ് സാഹിത്യം പഠിക്കേണ്ടത്. ഓരോ നാടിൻ്റെയും സാമൂഹിക സാഹചര്യങ്ങൾ, സാംസ്കാരിക പശ്ചാത്തലങ്ങൾ എന്നിവ സാഹിത്യവുമായി ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇഴചേർന്ന് സഞ്ചരിക്കുന്നു. പാശ്ചാത്യ പ്രവണതകളെ ഉൾക്കൊള്ളാൻ തുടങ്ങിയത് വൈദേശിക കൊളോണിയൽ ആധിപത്യത്തിനെ തുടർന്നാണ്. ആഭ്യന്തരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന നമുക്ക് ബാഹ്യശക്തികളുടെ അധീനതയിലായപ്പോൾ ആഭ്യന്തരവും ബാഹ്യവുമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിച്ചു. അങ്ങനെ ജാതീയമായ ഉച്ചനീചുദ്ധങ്ങൾക്കെതിരെയും വൈദേശിക ആധിപത്യത്തിനെതിരെയും ഉള്ള സമരങ്ങൾ ശക്തിപ്പെട്ടു. ആ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ടായ സാഹിത്യ രചനകൾക്ക് ഓരോ കാലഘട്ടത്തിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പ്രാചീന സാഹിത്യത്തിൻ്റെ കാലഘട്ടത്തിലെ പാട്ട്, മണിപ്രവാള പ്രസ്ഥാനങ്ങൾക്ക് ശേഷം ആധുനിക കാലഘട്ടമായപ്പോഴേക്കും പഴയകാല ശാസനങ്ങളുടെ ഭാഷകളിലും പ്രാചീനമായ ചില ഗദ്യമാതൃകകളുടെ ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി മൗലികമായ ലളിതമാർന്ന ഭാഷാ ശൈലിയിൽ പദ്യവും ഗദ്യവും രചിക്കപ്പെട്ടു തുടങ്ങി. പലപ്പോഴും നമ്മുടെ രംഗകലകളുമായി ബന്ധപ്പെട്ടുള്ള സാഹിത്യമാണ് ആദ്യം ഉണ്ടായത്. അതിൻ്റെയൊക്കെ പിന്നാമ്പുറ കഥകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആട്ടക്കഥാപ്രസ്ഥാനവും തുള്ളൽ പ്രസ്ഥാനവും കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും സാഹിത്യമായ ചമ്പു പ്രസ്ഥാനവുമെല്ലാം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞതാണ്. സംസ്കൃതത്തിൻ്റെ പിടിയിൽ നിന്നും അന്ന് ഏറെക്കുറെ മോചിപ്പിക്കുവാൻ, ഭാഷയെ മോചിപ്പിക്കുവാൻ സാധിച്ചുവെങ്കിലും വളരെ ആഴത്തിലുള്ള ഒരു സ്വാധീനമാണ് പ്രസ്തുത ഭാഷ നമ്മുടെ തനിമയാർന്ന മലയാളത്തിൽ ചെലുത്തിയിട്ടുള്ളതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനിന്നും പ്രസക്തിയുണ്ട്. സംസ്കൃതപക്ഷപാതിയായിട്ട് കേരളവർമ്മ വലിയകോയി തമ്പുരാനി മലയാളത്തിലെ ആദ്യത്തെ പാഠപുസ്തക കമ്മിറ്റിയിലെ അണ്ണാജി രായർക്ക് ശേഷമുള്ള അധ്യക്ഷനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പോലും സംസ്കൃതത്തിൽ നിന്നും കൊണ്ടാണ് മലയാളത്തെ പടുത്തുയർത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. മലയാള കവിതയെ പ്രൗഢമണിപ്രവാളത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ശേഷകാരനായ AR രാജരാജവർമ്മ നിർബന്ധ ബുദ്ധിയാലാണ് തനി മലയാളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വാശി പിടിച്ചത്. 1883 അഭിജ്ഞാന ശാകുന്തളം കേരളവർമ്മ തർജ്ജമ ചെയ്യുന്നത്. അത് മണിപ്രവാള ശാകുന്തളമാണ് എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടത്, സംസ്കൃതത്തിൻ്റെ അതിപ്രസര നിമിത്തം. യഥാർത്ഥത്തിൽ കേരളവർമ്മയുടെ യുഗം ആരംഭിക്കുന്നത് അതോടുകൂടിയാണ്. കുറേയെങ്കിലും മലയാളത്തിലേക്ക് അദ്ദേഹത്തിന് പരിവർത്തിപ്പിക്കാൻ സാധിച്ചു. പക്ഷെ അത് പോരാ എന്നായിരുന്നു AR രാജരാജവർമ്മയുടെ അഭിപ്രായം. അദ്ദേഹം പലപ്പോഴും സംസ്കൃതത്തിൻ്റെ പ്രവണതകളെ അപ്പാടെ തള്ളിക്കളയാൻ കൂട്ടാക്കിയിരുന്നില്ല കേരളവർമ്മ. മണിപ്രവാള ശൈലി മനസ്സിലാകും വിധം പിന്തുടരുന്നതിൽ തെറ്റില്ല എന്ന പക്ഷക്കാരനായിരുന്നു. പ്രാസനിഷ്ഠ പാലിക്കുന്നതിൽ ഏറെ കൗതുകവും താല്പര്യവും കേരളവർമ്മ പുലർത്തിയിരുന്നു. ദ്വിതീയാക്ഷര പ്രാസം
ദീക്ഷിക്കുന്നത് കവിതയിലെ ഒരു മുഖ്യ ഘടകമായി കരുതുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. ഇത് കേരളോർമ്മ പ്രസ്ഥാനത്തിൻ്റെ തന്നെ സ്വഭാവ സവിശേഷതകളായി ചില ഗവേഷകന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭാവത്തിനല്ല രൂപത്തിനാണ് കാവ്യത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ അതിന് ശക്തിയുണ്ടാവൂ എന്നാണ് കേരളോർമ്മയുടെ വാദം. മലയാള സാഹിത്യത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സാഹിത്യ സംവാദത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ കൂടിയാണ് എന്ന് പറയപ്പെടുന്നു. ദ്വിതീയാക്ഷരപ്രാസവാദമെന്ന് പിന്നീട് ഇത് അറിയപ്പെട്ടു. സാഹിത്യ സംബന്ധിയായി നമ്മുടെ ആധുനിക സാഹിത്യ ലോകത്ത്, ഭാഷാരംഗത്ത് നടന്ന ഒരു സംവാദം ഇതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1891 കേരളോർമ്മയും ARഉം ഇക്കാര്യത്തിൽ രണ്ട് പക്ഷത്തായിരുന്നു, അമ്മാവനും ശേഷകാരനുമായിട്ടും. കേരളോർമ്മയുടെ അഭിപ്രായത്തിൽ ദ്വിതീയാക്ഷരപ്രാസത്തോടു കൂടിയ കവിത ചമത്കാരപൂർണവും ആഹ്ലാദപൂർണവും ആണ് എന്ന് തീർത്തു പറയാനാകുന്നു എന്നുള്ളതായിരുന്നു. ശബ്ദാലങ്കാരത്തിന് ആയിരിക്കണം കവിതയിൽ പ്രാധാന്യം. രൂപഭംഗിയില്ലെങ്കിൽ കവിത ആസ്വാദ്യകരമല്ല എന്നിങ്ങനെയൊക്കെയുള്ള കേരളോർമ്മയുടെ വാദത്തെ AR അംഗീകരിച്ചില്ല. രസകരമായ കവിത രചിക്കുന്നതിന് പ്രാസം മുറുകെ പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ശബ്ദത്തിനല്ല, അർത്ഥത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അർത്ഥത്തിന് കോട്ടം വരാത്ത ശബ്ദഭംഗി സ്വാഭാവികമായി ഉണ്ടായാൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളായിരുന്നു. യഥാർത്ഥത്തിൽ മനോരമയിൽ വന്ന ഒരു ലേഖനമാണ് ഈ ഒരു വാദത്തിന് തുടക്കം കുറിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഭാഷാഭൂഷണി, മനോരമ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ പ്രാസ സംവാദങ്ങൾക്ക് വേദിയായി തീർന്നു. പിന്നീട് അതിനോടനുബന്ധിച്ച് കൃത്യകൃത്ത് എന്നീ പേരുകളിൽ വന്ന ആ ലേഖനങ്ങൾ സൃഷ്ടിച്ച കോളിളക്കം 1907 തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ, മഹാരാജാസ് കോളേജ് അന്നത്തെ കോളേജിൽ നടന്ന സാഹിത്യ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. സംവാദത്തിന് വിധേയമായി KC കേശവപിള്ള മലയാള കവിത എന്ന പേരിലൊരു പ്രബന്ധം അവതരിപ്പിച്ചു. അതോടെ സാഹിത്യ അന്തരീക്ഷം പ്രക്ഷുബ്ധമായി. ഉള്ളൂർ, കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ, നടുവത്തച്ഛൻ തുടങ്ങി കേരളോർമ്മയുടെ പക്ഷത്ത് നിരവധി ആൾക്കാർ അണിനിരന്നു. KC കേശവപിള്ള, പുന്നശ്ശേരി നമ്പി, C അന്തപ്പായി തുടങ്ങി ഒരു കൂട്ടർ ARൻ്റെ പക്ഷത്തും ചേർന്നു. ദ്വിതീയാക്ഷരപ്രാസം ദീക്ഷ കൂടാതെ AR ദ്വിതീയാക്ഷരങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് AR മേഘസന്ദേശം വിവർത്തനം ചെയ്തു കാളിദാസൻ്റെ. ഈ മാർഗം പിന്തുടർന്ന് KC കേശവപിള്ള കേശവീയം എന്ന മഹാകാവ്യവും എഴുതി. കേരളോർമ്മയാകട്ടെ പ്രാസമില്ലാതെ ദൈവയോഗം എന്ന കാവ്യവും രചിച്ചു. ഇതിനെ പിന്തുടർന്ന് നിരവധി സാഹിത്യകാരന്മാർ ധാരാളമായ രചനകൾ നടത്തി. ഇത് ഒരു നവീന സരണി തുറക്കാനിട വന്നു. അപ്പോൾ ഈ പ്രാസവാദത്തിൻ്റെ ഭാഗമായി നിയോ ക്ലാസിക് പ്രവണതയുള്ള കൃതികൾ പോലും പ്രാസത്തോടെയും പ്രാസം കൂടാതെയും എഴുതാൻ കഴിയുമെന്ന് തെളിയിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒട്ടേറെ കൃതികൾ പല തലങ്ങളിൽപ്പെട്ട ലഘു കവനങ്ങളും അല്ലാതെയുള്ള ദീർഘകാവ്യങ്ങളുമൊക്കെ രചിക്കപ്പെട്ടു. ഈ ഒരു പ്രാസവാദത്തിൻ്റെ പേരിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നൊക്കെ പിൽക്കാലത്ത് വിമർശിക്കപ്പെട്ടു. പക്ഷേ എങ്കിലും അതിൻ്റെ പേരിൽ സാഹിത്യരംഗം, മലയാള സാഹിത്യരംഗം സമ്പുഷ്ടമായി. ഓക്കെ, ഇനി ഇതിനോടനുബന്ധമായിട്ട്
നമുക്ക് മഹാകാവ്യ പ്രസ്ഥാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു. മഹാകാവ്യം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ മഹത്തായ കാവ്യം എന്നൊറ്റ വാക്കിൽ പറയാം. പക്ഷേ ആ മഹത്വം ഏതിൽ കുടികൊള്ളുന്നു എന്ന് ചോദിച്ചാൽ പഴയകാലത്തെ സംസ്കൃത മഹാകാവ്യ രചയിതാക്കൾ ഏത് നിയമമനുസരിച്ചാണോ ദണ്ഡിയുടെയും മറ്റും ആധികാരിക ഗ്രന്ഥങ്ങളിൽ കൊടുക്കുന്ന ചില നിർവചനങ്ങൾ, അതിനനുസരിച്ച് എഴുതപ്പെടുന്നവയാണ് മഹാകാവ്യങ്ങളെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ആശ്രിത നമസ്ക്രിയ വസ്തുനിർദ്ദേശവാവിധന്മ ഇതിഹാസഗതോദ്ഭൂതം ഇതരദ്വാസുതാശ്രയം ചതുർവർഗ ഫലോപീതം ചതുരോദാത്ത നായകം ഇതിഹാസ. അപ്പോൾ ഇങ്ങനെയുള്ള ചില നിർവചനങ്ങളോട് കൂടിയ ഉദ്യാന സരളക്രീഡ മധുപാന രഥോത്സവ എന്തൊക്കെ വർണ്ണിക്കാം. എന്തായിരിക്കണം കഥ? ഇതിഹാസ കഥയിൽ നിന്ന് എടുത്തതായിരിക്കണം. പിന്നെ 4 ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നതായിരിക്കണം. ഉദാത്തനായ നായകനായിരിക്കണം, ചതുരോദാത്ത നായകൻ. ആശിസ് വസ്തുനിർദ്ദേശം തുടങ്ങിയിട്ടുള്ളവ പാലിക്കണം. പിന്നെ ഉദ്യാനം, പൂന്തോട്ടം, സലിലക്രീഡ, പിന്നെ ജലക്രീഡ തുടങ്ങി ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വർണ്ണിക്കണമെന്ന് വരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മലയാളം വർഷനമുണ്ട്. പൂങ്കാവാഴി എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ മലയാള വർധനമുണ്ട്. അപ്പോൾ ലക്ഷണമാണ്, മഹാകാവ്യ ലക്ഷണമാണത്. ആ മഹാകാവ്യ ലക്ഷണം അനുസരിച്ചുള്ള രചനയെ മാത്രമേ മഹാകാവ്യമായിട്ട് അംഗീകരിക്കുകയുള്ളൂ. 18 അതിന് മേലും സർഗങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ച ഒരു കാവ്യപ്രസ്ഥാനമാണ് ഇതെന്നുള്ള കാര്യം ഓർക്കുക. സാഹിത്യ മീമാംസകനായ ആചാര്യ ദണ്ഡി കാവ്യാദർശത്തിൽ ആണ് ഇതിൻ്റെ ലക്ഷണ നിർവചനം ചെയ്തിരിക്കുന്നത്. എന്താണ് പൗരാണിക കാവ്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വർണ്ണനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രകൃതിയോട് കൂടുതൽ അടുപ്പം പുലർത്തിക്കൊണ്ട് എഴുതുന്ന നിയോ ക്ലാസിക് പ്രവണത. ക്ലാസിക് ആണെങ്കിലും അത് നിയോ ക്ലാസിക്, നവീകരിക്കപ്പെട്ട ക്ലാസിസം. ഇതിൽ ഓരോ ഭാഗത്തെയും സർഗങ്ങളെന്നാണ് വിളിക്കുന്നത്. 7 കുറയാത്ത സർഗങ്ങൾ, ഓരോ സർഗത്തിലും 50 കുറയാത്ത പദങ്ങളും ഉണ്ടായിരിക്കണമെന്നാണ് നിയമം. ഓരോ സർഗത്തിലെയും അവസാനത്തെ പദ്യത്തിന് വൃത്തഭേദം ഉണ്ടായിരിക്കണം. ഇതിവൃത്തം ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് എടുത്തതോ കൽപ്പിതമോ ആകാം. ആശിസ്, നമസ്കാരം, വസ്തുനിർദ്ദേശം ഇവയിൽ ഒന്നുകൊണ്ട് കാവ്യം തുടങ്ങണം. നഗരം, അർണവം, ശൈലം, ഋതുക്കൾ, യുദ്ധം, വിവാഹം, ഉദയം, അസ്തമയം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ വളരെ ഭംഗിയായി വർണ്ണിക്കുന്നു, സാന്ദർഭികമായി. ഈ ലക്ഷണങ്ങളെല്ലാം ഉള്ള കാവ്യമാണ് മഹാകാവ്യം. അങ്ങനെയുള്ള 5 മഹാകാവ്യങ്ങളെ സംസ്കൃതത്തിൽ എടുത്തു കാണിക്കാനായിട്ടുള്ളൂ. കാളിദാസൻ്റെ രഘുവംശം, കുമാരസംഭവം എന്നിവ. പിന്നെ മാഖൻ രചിച്ച മാഖൻ രചിച്ച മാഘം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ ശിശുപാല വധമാണ്. മാഖൻ്റെ ശിശുപാല വധമാണ് മാഘം എന്നറിയപ്പെടുന്നത് കേട്ടോ. ശിശുപാല വധമാണ് അതിലെ പ്രതിപാദ്യം, ആ പേരിലും അറിയപ്പെടുന്നത്. ഭാരവിയുടെ കിരാതാർജുനീയം, പിന്നെ ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം. ഈ 5 ഏതൊക്കെയാണ്? രഘുവംശം, കുമാരസംഭവം, ഇത് രണ്ടും കാളിദാസൻ എഴുതിയത്. ശിശുപാലവധം അഥവാ മാഘം
മാഘൻ രചിച്ചത്. കിരാതാർജുനീയം ഭാരവി രചിച്ചതാണ്. അതുപോലെ തന്നെ ശ്രീഹർഷൻ രചിച്ച നൈഷധീയ ചരിതം, നൈഷധീയ മഹാകാവ്യം, ശ്രീഹർഷൻ. ഇത്രയുമാണ് സംസ്കൃതത്തിലെ 5 മഹാകാവ്യം. അപ്പോൾ ഈ 5 മഹാകാവ്യങ്ങളും ദണ്ഡിയിലെ കാവ്യാദർശത്തിൽ മഹാകാവ്യത്തിന് നൽകുന്ന ലക്ഷണം അനുസരിച്ച് കൃത്യമായി ആ ലക്ഷണ പ്രകാരം രചിക്കപ്പെട്ടിരിക്കുന്നതാണ്. തനത് ഇതിവൃത്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രാസവാദ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ മഹാകാവ്യ പാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ ആധുനിക കാലഘട്ടം കൂടി പരിഗണിച്ചാൽ, അതായത് ആശാനുള്ളൂർ വള്ളത്തോൾ കാലഘട്ടം കൂടെ പരിഗണിച്ചാൽ, നമുക്ക് കിട്ടിയിട്ടുള്ള മഹാകാവ്യങ്ങളിൽ ഈ ലക്ഷണമനുസരിച്ചുള്ള മഹാകാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ മഹാകാവ്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ലക്ഷണമനുസരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പ്രഥമ പരിഗണന കൊടുക്കുന്ന 5 കാവ്യങ്ങൾ നമുക്കുണ്ട്. ആർക്കുമുണ്ട്? മലയാളത്തിനുണ്ട്. അത് ഏതൊക്കെ? മഹാകാവ്യങ്ങൾ ഒത്തിരി മലയാളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ലക്ഷണം പാലിക്കുന്ന മികച്ച കാവ്യഭംഗിയിൽ മികച്ചു നിൽക്കുന്ന 5 എണ്ണം ഏതൊക്കെയാണവ? ദണ്ഡിയുടെ കാവ്യാദർശത്തിൽ പറയുന്ന ലക്ഷണം അനുസരിച്ച് നിഷ്കൃഷ്ടമായി അനുസരിക്കുന്നവയാണ്. രാമചന്ദ്രവിലാസം എന്നാണ് അഴകത്ത് പത്മനാഭക്കുറുപ്പ് രചിച്ച രാമചന്ദ്രവിലാസം. പിന്നെ രുക്മാംഗത ചരിതം, പന്തളം കേരളവർമ്മയുടെ രുക്മാംഗത ചരിതം ആണ് 2. പിന്നെ ആധുനിക കവിത്രയത്തിലൊരാളായ വള്ളത്തോൾ നാരായണമേനോൻ രചിച്ച ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ച വള്ളത്തോൾ മഹാകവിയാണ്. പിന്നെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, അദ്ദേഹത്തിൻ്റേതാ ഉമാകേരളം. അത് ചരിത്ര വിഷയമാണ്, കൽപ്പിതമല്ല. പക്ഷേ രാജാവിൻ്റേതായതുകൊണ്ട് പൗരാണികതയെ അനുവാദപ്പെടാവുന്നതാണ്. ഒരു ഇതിഹാസ തുല്യമായ ജീവിതം നയിച്ചവരായിരുന്നല്ലോ തിരുവിതാംകൂർ രാജവംശം. പിന്നെ നമ്മുടെ KC കേശവപിള്ളയുടെ കേശവിയം. അപ്പോൾ KC കേശവപിള്ളയുടെ കേശവി 5 രാമചന്ദ്രവിലാസം, അഴകത്ത് പത്മനാഭക്കുറുപ്പ്, രുക്മാംഗത ചരിതം, പന്തളം കേരളവർമ്മ, ചിത്രയോഗം വള്ളത്തോൾ നാരായണമേനോൻ, ഉമാകേരളം മഹാകവി ഉള്ളൂർ, കേശവീയം KC കേശവ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മലയാളത്തിലെ മഹാകാവ്യങ്ങളിൽ ആദ്യത്തേത് എന്ന് സാഹിത്യപഞ്ചാനനൻ PK നാരായണപിള്ള വിശേഷിപ്പിക്കുന്നത് ഇതൊന്നുമല്ല. മധുരകാവ്യമെന്നുകൂടി വിശേഷിപ്പിക്കപ്പെടുന്ന കൃഷ്ണഗാഥയാണ്. പക്ഷെ ഒരു വ്യത്യാസം, കൃഷ്ണഗാഥയിലെ വൃത്തം ഭാഷാവൃത്തമാണ്. ബാക്കി ഉദ്യാന, സലിലക്രീഡ, രഥോത്സവം, മധുപാനം എല്ലാം വർണ്ണിക്കുന്നുണ്ട്. ലക്ഷണത്തിൽ പറയുന്ന എല്ലാം പൗരാണികമായ ഇതിവൃത്തമാണ് അല്ലേ. അപ്പോൾ മധുരകാവ്യമായ കൃഷ്ണഗാഥയാണ് മലയാളത്തിലെ മഹാകാവ്യങ്ങളിൽ ആദ്യത്തേതെന്നാണ് സാഹിത്യപഞ്ചാനൻ്റെ അഭിപ്രായം. ചില ലക്ഷണ നിർവചനത്തിലെ ചില ഘടകങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രം. അത് ദ്രാവിഡ വൃത്തത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ടും മാറ്റി നിർത്താൻ കാരണമായിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മണിപ്രവാളത്തിൻ്റെ ലക്ഷണങ്ങൾ
മഹാകാവ്യ ലക്ഷണവുമൊക്കെ ഒത്തിണങ്ങിയ ആദ്യ മലയാള മഹാകാവ്യം എന്ന് പറയാവുന്നത് രാമകഥ പ്രതിപാദിക്കുന്ന അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്രവിലാസം തന്നെ. 21 സർഗങ്ങളുള്ള രാമചന്ദ്രവിലാസം തന്നെ. അത് ഓർത്തിരിക്കുക. മലയാളി എന്ന മാസിക വഴിയാണ് ഈ രാമചന്ദ്രവിലാസം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. മലയാളി എന്ന മാസിക വഴി പ്രസിദ്ധീകരിക്കപ്പെട്ട രാമചന്ദ്രവിലാസ മഹാകാവ്യം കണ്ടച്ച പ്രസിദ്ധീകരിച്ചു. പിന്നീട് അത് പൂർത്തിയായ ശേഷം അതിനെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. 1904 രാമചന്ദ്രവിലാസം പ്രസിദ്ധീകരിക്കുന്നത്. അതിന് ആമുഖം അവതാരിക AR രാജരാജവർമ്മയാണ് എഴുതിയത്. അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്രവിലാസത്തിന് അവതാരിക എഴുതി കൊടുത്തത് AR രാജരാജവർമ്മയാണ്. അപ്പോൾ ആകെ 21 സർഗങ്ങളാണുള്ളത്. അതിൽ 20ാമത്തെ സർഗത്തിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് രാമരാവണ യുദ്ധമാണ്. ഇപ്പോൾ രാമരാവണ യുദ്ധം പ്രതിപാദിക്കുന്ന രാമചന്ദ്രവിലാസത്തിലെ 20ാം സർഗത്തെ ചിത്രസർഗമെന്ന് വിളിച്ചു പോരുന്നു. ചിത്രസർഗം, ചിത്രഘട്ടമെന്നുള്ള അർത്ഥത്തിലാണ് ചിത്രസർഗമെന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ മണിപ്രവാളത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായി തിങ്ങി വിളങ്ങുന്നത് രാമചന്ദ്രവിലാസത്തിലാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. മഹാകാവ്യ ലക്ഷണ നിർവചനം അനുസരിച്ചുള്ള എല്ലാ ഘടകങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു തികവ് കാണാനില്ല എന്ന് ഇവർക്ക് പരാതിയുണ്ട്. എന്നാൽ മണിപ്രവാള ലക്ഷണം ഏറെക്കുറെ പൂർണ്ണമായും രാമചന്ദ്രവിലാസത്തിൽ കാണാം എന്നും അഭിപ്രായം. അത് താരതമ്യപ്പെടുത്തേണ്ടതാണ്. അതേസമയം രുക്മാംഗത ചരിതം എന്ന 2ാമത്തെ മഹാകാവ്യം എടുക്കുമ്പോൾ അതിൽ ഈ ദണ്ഡിയുടെ കാവ്യാദർശത്തിൽ പറയുന്ന ലക്ഷണങ്ങളെ വളരെ വളരെ നിഷ്കൃഷ്ടമായിട്ട് അനുസരിച്ച് കാണും. മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ആദ്യത്തെ മഹാകാവ്യമായി രുക്മാംഗത ചരിതത്തെ വിശേഷിപ്പിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഏകാദശി വ്രതവും ഏകാദശിയുടെ വിശ്വാസതയുമൊക്കെ വിശദീകരിക്കുന്ന ഏകാദശി മഹാത്മ്യമാണ് രുക്മാംഗത ചരിതത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. അപ്പോൾ യഥാർത്ഥത്തിൽ രുക്മാംഗത ചരിതത്തിലെ രുക്മാംഗത ചരിതത്തിൻ്റെ വർണ്ണനയുടെ മഹാത്മ്യം കണ്ടിട്ടായിരിക്കാം അതിനെ കേരള മാഘം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മാഘൻ എഴുതിയ ശിശുപാലവധത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനയും മികവും ഒക്കെ കാണുന്നുണ്ട് രുക്മാംഗത ചരിതത്തിൽ. എന്നതുകൊണ്ട് കേരള മാഘം എന്ന വിശേഷണം രുക്മാംഗത ചരിതത്തിന് കൊടുത്തു കാണും. ഏതായാലും പന്തളം കേരളവർമ്മയാണ് ഈ കേരള മാഘം എഴുതിയത്. ചിലപ്പോൾ രുക്മാംഗത ചരിതം എന്ന മഹാകാവ്യം എഴുതിയത് ആരെന്ന് കേൾക്കുന്നതിനേക്കാൾ കേരള മാഘം എന്നറിയപ്പെടുന്ന മഹാകാവ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് രുക്മാംഗത ചരിതമാണ്. അത് എഴുതിയത് ആര്, കേരള മാഘം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ പന്തളം കേരളവർമ്മ. ഈ രുക്മാംഗത ചരിതം എന്ന ഈ കേരള മാഘം എഴുതിയ പന്തളം കേരളവർമ്മയ്ക്ക് കൊച്ചി രാജാവ് ഒരു ബിരുദം സമ്മാനിച്ചു. കൊച്ചി രാജാവ് രുക്മാംഗത ചരിതം എഴുതിയ പന്തളം കേരളവർമ്മയ്ക്ക് കേരളമാഘം രുക്മാംഗതം എഴുതിയ പന്തളം കേരളവർമ്മയ്ക്ക് കവിതിലകൻ എന്ന ബിരുദമാണ് സമ്മാനിച്ചത്. കവിതിലകൻ കൊച്ചി രാജാവാണ് അത് നൽകിയത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഏറ്റവും വലിയ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മ രചിച്ച ഉത്തരഭാരതം എന്ന കൃതിയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യം, ദീർഘമായ മഹാകാവ്യം ഉത്തരഭാരതം. ഈ വടക്കുംകൂർ രാജരാജവർമ്മ മഹാകാവ്യങ്ങളുടെ ഒരു വല്ലഭനാണ്. മികച്ച കാവ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ ഒരുപാട് വർണ്ണനയൊക്കെ മിടുക്കുള്ള ആളാണ്. ഈ ഉത്തരഭാരതം എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യം എഴുതിയ അദ്ദേഹം രാഘവാഭ്യുദയം
രഘുവീര വിജയം എന്നീ കൃതികളും രചിച്ചിട്ടുണ്ട്. മഹാകാവ്യങ്ങളുടെ ഭരണം രാഘവാഭ്യുദയം, രഘുവീര വിജയം തുടങ്ങി. ഇനി കേരളത്തിൽ പിന്നീട് മഹാകാവ്യങ്ങൾ ഒരുപാട് പേര് എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എഴുതിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഹാകാവ്യങ്ങൾ എഴുതിയ ആളുകളുണ്ട്. അതിലൊരാളാണ് കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ. കുഞ്ഞിക്കുട്ടി തമ്പുരാനല്ല, കൊച്ചുണ്ണി തമ്പുരാനാണ്. കൊച്ചുണ്ണി തമ്പുരാൻ 5 മലയാള മഹാകാവ്യങ്ങൾ 5 മലയാള മഹാകാവ്യങ്ങൾ എഴുതിയ മഹാനാണ് കൊച്ചുണ്ണി തമ്പുരാൻ. എന്നാൽ അതേസമയം അദ്ദേഹം 3 സംസ്കൃത മഹാകാവ്യം എഴുതി. എല്ലാം ഓർക്കുന്നില്ല, അങ്ങനെ ഒരു അറിവുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക. 5 മലയാള മഹാകാവ്യങ്ങളും 3 സംസ്കൃത കാവ്യങ്ങളും എഴുതിയ ആളാണ് കൊച്ചുണ്ണി തമ്പുരാൻ എന്ന കാര്യം ഓർത്തു. കൊച്ചുണ്ണി തമ്പുരാൻ്റെ ഭാഷാകാവ്യങ്ങളിൽ പാണ്ഡവോദയം വരുന്നുണ്ട്, സാവിത്രി മഹാകാവ്യം എന്ന് പറഞ്ഞൊരു കാവ്യം, വഞ്ചീശവംശം, പിന്നെ ഗോശ്രീശാദിത്യചരിതം. അപ്പോൾ പാണ്ഡവോദയം, സാവിത്രി മഹാകാവ്യം, വഞ്ചീശവംശം, ഗോശ്രീശാദിത്യചരിതം. ഈ ഗോശ്രീശാദിത്യചരിത്രത്തിന് മറ്റൊരു പേരുണ്ട്, അഥവാ രാമവർമ്മ വിലാസകാവ്യം. പിന്നെ മലയാങ്കൊല്ലം പ്രസിദ്ധമാണ്, പഠിക്കാനൊക്കെ വെച്ചിട്ടുള്ള പുസ്തകം. മലയാങ്കൊല്ലം, പാണ്ഡവോദയം, സാവിത്രി മഹാകാവ്യം, വഞ്ചീശവംശം, ഗോശ്രീശാദിത്യചരിതം അഥവാ രാമവർമ്മ വിലാസകാവ്യം, മലയാങ്കൊല്ലം. 5 മലയാള മഹാകാവ്യങ്ങൾ. ഇതുകൂടാതെ കൊച്ചുണ്ണി തമ്പുരാൻ, യഥാർത്ഥത്തിൽ കൊച്ചുണ്ണി തമ്പുരാൻ്റെ മലയാങ്കൊല്ലത്തിൽ 12 മാസങ്ങളെ വർണ്ണിക്കുന്ന, മലയാള മാസങ്ങളെ വർണ്ണിക്കുന്ന കാവ്യമാണ്. പ്രകൃതി കാവ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാവ്യമാണ് ഈ മലയാങ്കൊല്ലം. ദിവ്യനാം സവ്യസാചി എന്ന് ആണ് കുഞ്ഞിക്കുട്ടി തമ്പുരാൻ കൊച്ചുണ്ണി തമ്പുരാനെ വിശേഷിപ്പിച്ചത്. ഈ കൊച്ചുണ്ണി തമ്പുരാനെ കുഞ്ഞിക്കുട്ടി തമ്പുരാൻ വിശേഷിപ്പിച്ചത് ദിവ്യനാം സവ്യസാചി എന്നാണ്. അപ്പോൾ കൊച്ചുണ്ണി തമ്പുരാന് ശേഷം ഏറ്റവും കൂടുതൽ മഹാകാവ്യങ്ങൾ രചിച്ച 2 കവികളെന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹം അതുകൂടാതെ സംസ്കൃത കാവ്യം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മഹാകാവ്യങ്ങൾ കൊച്ചുണ്ണി തമ്പുരാന് ശേഷം രചിച്ചത് വടക്കുംകൂർ രാജരാജവർമ്മയും PM ദേവസിയുമാണ്. PM ദേവസിയും വടക്കുംകൂർ രാജരാജവർമ്മയും. വടക്കുംകൂറിൻ്റെ രചന പറഞ്ഞേക്കും ഏറ്റവും വലിയ മഹാകാവ്യം എഴുതിയത് അദ്ദേഹമാണ്, അല്ലേ? അദ്ദേഹത്തിന് ഉത്തരഭാരതം, പിന്നെ രാഘവാഭ്യുദയം, രഘുവീര വിജയം എന്നിവയും അദ്ദേഹത്തിൻ്റെതാണ്. ഉത്തരഭാരതം ഏറ്റവും വലിയ കൃതിയാണെന്ന് പറഞ്ഞല്ലോ. ആ ഉത്തരഭാരതത്തിൽ 45 സർഗങ്ങളാണുള്ളത്. അത്രയൊന്നും വേണ്ട ഒരു നല്ല മഹാകാവ്യത്തിന്. പക്ഷേ ഏറ്റവും വലിയ മഹാകാവ്യമായത് ഈ 45 സർഗമെന്നുണ്ട്. 401 ശ്ലോകങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പന്തളം കേരളവർമ്മ, അത് 2ാമത്തെ മലയാളത്തിലെ മഹാകാവ്യം എഴുതിയ രുക്മംഗത ചരിതം എഴുതിയ പന്തളം കേരളവർമ്മയുടെ രുക്മംഗത ചരിതത്തിൽ രുക്മംഗത ചരിതം കവനകൗമുദി വഴിയാണ് പുറത്ത് കാണാൻ തുടങ്ങി. കവനകൗമുദിയിലാണ് പന്തളം കേരളവർമ്മയുടെ രുക്മംഗത ചരിതം പ്രസിദ്ധീകരിച്ചത്. കേരളമാകമെന്ന് അറിയപ്പെടുന്ന രുക്മാംഗത, ഏകാദശി മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്ന രുക്മാംഗത ചരിതം. പന്തളം കേരളവർമ്മ കവിതിലക ബിരുദം കൊച്ചി രാജാവിൽ നിന്ന് ലഭിച്ച പന്തളം എഴുതിയ രുക്മാംഗത ചരിതം. അത് കവനകൗമുദി വഴിയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. കുമാരനാശാൻ പിൽക്കാലത്ത് നന്നായി വിമർശിച്ച ഒരു കൃതി കൂടിയാണ് രുക്മംഗത ചരിതം. അദ്ദേഹം മഹാകാവ്യ രചനയ്ക്ക് അതീതനായ ഒരു വ്യക്തിയായിരുന്നല്ലോ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ അദ്ദേഹം ഈ മഹാകാവ്യങ്ങളെയൊക്കെ നെടുങ്കുതിര കെട്ടിയെടുപ്പിനോടാണ് ഉപമിച്ചതെന്ന് നമുക്കറിയാം. പ്രാസനിർബന്ധമില്ലാതെ, പ്രാസം ദീക്ഷ കൂടാതെ എഴുതിയ ആദ്യ മഹാകാവ്യമാണ്
കെ.സി. കേശവപിള്ളയുടെ കേശവീയത്തിനുള്ള ഒരു പ്രാധാന്യം. ഭാഗവതത്തിലെ സ്യമന്തകൻ കഥയാണ് കേശവീയത്തിലെ പ്രതിപാദ്യം. കേശവീയത്തിൻ്റെ അവതാരികയ്ക്ക് എ.ആർ. നൽകിയ പേര് സ്വീകാരം എന്നാണ്. സ്വീകാരം സ്വീകരിക്കപ്പെടാവുന്നത്. കേശവീയത്തിൻ്റെ അവതാരികയ്ക്ക് എ.ആർ. നൽകിയ പേര് സ്വീകാരം. കേശവീയത്തെ ദ്വേധാ കേശവം എന്ന് വിളിക്കുന്നത് കേശവൻ്റെ കഥ കേശവപിള്ള തന്നെ രചിച്ചതുകൊണ്ടാണ്. 2 കേശവന്മാരാണ്. ദ്വിതീയാക്ഷരപ്രാസമില്ലാതെ കേരളവർമ്മ എഴുതിയതാണ് ദൈവയോഗം. ദ്വിതീയാക്ഷരപ്രാസത്തോടെയും പ്രാസം കൂടിയും എഴുതാൻ കഴിയുമെന്ന് ഇരുകൂട്ടരും തെളിയിച്ചു. ദ്വിതീയാക്ഷരപ്രാസം ഇല്ലാതെ എ.ആർ. രചിച്ച മഹാകാവ്യം മേഘദൂതായിരുന്നു. മലയാളത്തിലെ ആദ്യ ചരിത്ര മഹാകാവ്യം. ചരിത്ര വിഷയം പറഞ്ഞുകൊണ്ടുള്ള മഹാകാവ്യമാണ് ഉമാകേരളം. ഇവിടെ ഉള്ളൂരുണ്ട്. ഒരു സന്ദേശകാവ്യവും വിലാപകാവ്യവും കേരളാംബാഗീതിയും ഒത്തുവരുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ടു വരുന്ന ആ മഹാകാവ്യമാണ് ഉമാകേരളം എന്നതുകൂടെ ഓർക്കുക. അപ്പോൾ ഉമാകേരളത്തിനകത്ത് സന്ദേശകാവ്യത്തിൻ്റെ സന്ദർഭമുണ്ട്. അതുപോലെ തന്നെ വിലാപകാവ്യത്തിൻ്റെ സന്ദർഭമുണ്ട്. അതുപോലെ തന്നെ കേരളാംബാഗീതി, സന്ദേശകാവ്യം, വിലാപകാവ്യം, കേരളാംബാഗീതി എന്നിവ ഉൾപ്പെട്ടു വരുന്ന ഒരു മഹാകാവ്യമാണ് ഉമാകേരളം എന്ന് ഓർത്തിരിക്കുക. ഉമാകേരളത്തിന് അവതാരിക എഴുതി കൊടുത്തിരിക്കുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ഉമാകേരളത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. പ്രാസവാദ കാലത്ത് പ്രാസം നിർബന്ധമായും ദീക്ഷിച്ചെഴുതിയ ഒരു കൃതിയായിരുന്നു ഉമാകേരളം. മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുണ്ടായ മലയാളത്തിലെ 2ാമത്തെ മഹാകാവ്യമായി ഉമാകേരളത്തെ വിശേഷിപ്പിക്കുന്നു. മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നല്ല മലയാളത്തിൽ രചിക്കപ്പെട്ട 2ാമത്തെ മഹാകാവ്യമായി ഇതിനെ ഉമാകേരളത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. രത്നപ്രഭ എന്ന പേരിലൊരു മഹാകാവ്യം എഴുതപ്പെട്ടിട്ടുണ്ട്. പന്തളം രാഘവർമ്മ തമ്പുരാനാണ് രത്നപ്രഭ എന്ന പേരിൽ ഒരു മഹാകാവ്യം എഴുതിയത്. ഉമാകേരളം എന്ന ലക്ഷണമൊത്ത 2ാമത്തെ മഹാകാവ്യം എന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന ഉള്ളൂരിൻ്റെ ഉമാകേരളത്തിന് രാജനന്ദിനി എന്നൊരു വ്യാഖ്യാനം അഥവാ ഗദ്യപരിഭാഷ രചിക്കപ്പെട്ടു. അത് തയ്യാറാക്കിയത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് രാജനന്ദിനി എന്ന പേരിൽ ഉമാകേരള മഹാകാവ്യത്തിനൊരു ഭാഷ രചിച്ചിട്ടുണ്ട്. ഗദ്യപരിഭാഷയാണ്, വ്യാഖ്യാനമായും പറയാം. ഉമാകേരളത്തെ പിൽക്കാലത്ത് ആട്ടക്കഥാരൂപത്തിൽ പരിവർത്തനം ചെയ്ത ഒരാളുണ്ട്, പി.എൻ. പരമേശ്വരനാണ് ഉമാകേരളത്തെ ആട്ടക്കഥാരൂപത്തിൽ മാറ്റിയത്. പദം കൊണ്ട് പന്താടിയ പന്തളം എന്നൊരു വിശേഷണം നമ്മുടെ പന്തളം കേരളവർമ്മയ്ക്കുണ്ട് കേട്ടോ. പന്തളം കേരളവർമ്മയുടേതാണ് ഇത് വന്നത്. ഇത്തിരി പ്രത്യേകതകളുള്ളതാണ്. വള്ളത്തോളിൻ്റെ ചിത്രയോഗം നമുക്കറിയാം, മഹാകാവ്യമാണ്. താരാവലിയുടെയും ചന്ദ്രസേനൻ്റെയും കഥയാണ് അതിൽ പറയുന്നത്. ചിത്രയോഗത്തിന് ടിപ്പണിയുണ്ട്. ആ ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്ന താഴെ ആശയവും നോക്കി കൊടുത്തിരിക്കുന്നു. ആ ടിപ്പണി ചില പ്രത്യേക പദങ്ങളുടെ ഒക്കെ സൂചനകൾ. ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നത് കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായരാണ്. അപ്പോൾ വള്ളത്തോളിൻ്റെ ചിത്രയോഗത്തിന് ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നത് കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായരാണ്. ചിത്രയോഗത്തിൻ്റെ ഇതിവൃത്തം സോമദേവൻ്റെ കഥാസിരിസാഗരത്തിലാണ്. അപ്പോൾ വള്ളത്തോൾ രചിച്ച മഹാകാവ്യമായ ചിത്രയോഗത്തിൻ്റെ ഇതിവൃത്തം സോമദേവൻ രചിച്ച കഥാസിരിസാഗരത്തിൽ നിന്നാണ്. കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായരാണ് ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നത്. ചിത്രയോഗത്തിൻ്റെ മറ്റൊരു പേരാണ് താരാവലി ചന്ദ്രസേന. കൃതി സമുചിത മട്ടിൽ പ്രാസമൂന്നി പ്രയോഗിപ്പതിന് കഴിയുമോനെന്തർത്ഥഭംഗം പ്രസംഗം എന്ന വരികൾ ചിത്രയോഗത്തിലേതാണ്.
അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാകവി വള്ളത്തോളിൻ്റെ ചിത്രയോഗം. അതുപോലെ തന്നെ മറ്റൊരു കൃതി കേരളമെന്ന് പേരുള്ള ഒരു മഹാകാവ്യമുണ്ട്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ കട്ടക്കയത്ത് ചെറിയ മാപ്പിളയുടെ ഒരു രചനയുണ്ട്. ക്രൈസ്തവ കഥ പ്രമേയമാക്കിയതാണ്. ശ്രീ യേശു വിജയം. ശ്രീ യേശു വിജയം എഴുതിയതുകൊണ്ടാവാം അദ്ദേഹം ക്രൈസ്തവ കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ബൈബിൾ കഥയെ ആധാരമാക്കി PM ദേവസിയും എഴുതിയിട്ടുണ്ട് നിരവധി മഹാകാവ്യങ്ങൾ. ഇസ്രായേൽ വംശം എന്നൊന്ന്, മറ്റൊന്ന് മഹാപ്രസ്ഥാനം, രാജാക്കന്മാർ. മഹാപ്രസ്ഥാനം, ഇസ്രായേൽ വംശം, രാജാക്കന്മാർ തുടങ്ങിയവ ബൈബിൾ കഥയെ ആധാരമാക്കി PM ദേവസ്യ എഴുതിയ മഹാകാവ്യങ്ങളാണ്. വേദവിഹാരം എന്ന പേരിലൊരു മഹാകാവ്യം KV സൈമൺ രചിച്ചിട്ടുണ്ട്. വേദവിഹാരം എന്ന പേരിൽ. ക്രൈസ്തവ മഹാഭാരതം എന്ന് അറിയപ്പെടുന്ന മഹാകാവ്യം വേദവിഹാരമാണ്. ഈ വേദവിഹാരമാണ് ക്രൈസ്തവ മഹാഭാരതം എന്നറിയപ്പെടുന്നത്. KV സൈമണാണ് വേദവിഹാരം എഴുതിയത്. ക്രൈസ്തവ മഹാകാവ്യം, ക്രൈസ്തവ മഹാഭാരതം എന്നറിയപ്പെടുന്ന വേദവിഹാരം എഴുതിയത് KV സൈമണാണ്. യേശുവിൻ്റെ ജീവിതകഥ ആധാരമാക്കിയപ്പോൾ നേരത്തെ പറഞ്ഞ കട്ടക്കയത്തിൽ ചെറിയ മാപ്പിളയുടെ ശ്രീ യേശു വിജയമാണ്. എന്നാൽ യേശുവിൻ്റെ ജീവിതകഥയെ ആധാരമാക്കി വിശ്വദീപം എന്ന ഒരു മഹാകാവ്യം ഉണ്ടായിട്ടുണ്ട്. പുത്തൻകാവ് മാത്തൻ തിലകൻ്റെതാണ്. പുത്തൻകാവ് മാത്തൻ തിലകൻ്റെ ശ്രീ യേശു വിജയമല്ല, വിശ്വദീപം എന്ന മഹാകാവ്യം. അത് ദ്രാവിഡ വൃത്തത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. എന്നാൽ അതേസമയം മേരി വിജയം എന്ന് പറഞ്ഞൊരു മഹാകാവ്യമുണ്ട്. അത് ഫാദർ സെബാസ്റ്റ്യൻ തേർമഠം എഴുതിയതാണ്. മേരി വിജയം എന്നത് ഡാനിയൽ കണിയാങ്കട ചാരിത്ര വിജയം, ജനോവ ചരിതം എന്ന പേരിൽ, അല്ലെങ്കിൽ ചാരിത്ര വിജയം, ജനോവ ചരിതം അല്ലെങ്കിൽ ചാരിത്ര വിജയം എന്ന പേരിലുള്ള മഹാകാവ്യം ഡാനിയൽ കണിയാങ്കട രചിച്ചിരിക്കുന്നു. മഹാകാവ്യ പ്രസ്ഥാനത്തിൽ സാമൂഹ്യ വിഷയം ഒന്നും വരാൻ പാടില്ലെന്നാണ് ലക്ഷണം. പക്ഷേ പിൽക്കാലത്ത് സാമൂഹ്യ വിഷയവും വന്നു. സാമൂഹ്യ വിഷയം കൈകാര്യം ചെയ്യുന്ന മഹാകാവ്യ പ്രസ്ഥാനത്തിൽ പെടുത്താൻ പരിവരെ പറ്റുന്ന ഏക കൃതി കോതല്ലൂർ ജോസഫാണ് എഴുതിയത്. കോതല്ലൂർ ജോസഫിൻ്റെ ജീവിതയാത്ര എന്ന ഒരു രചനയാണ്. ജീവിതയാത്ര. വനിതകളുടെ കൂട്ടത്തിൽ മഹാകാവ്യം എഴുതിയ ആദ്യ വ്യക്തി സിസ്റ്റർ മേരി ജോൺ തോട്ടം അഥവാ മേരി ബെനീറ്റിനെയാണ് ആദ്യമായി മഹാകാവ്യം എഴുതിയ വനിത എന്ന് പറയാറുണ്ട്. മാർത്തോമാ വിജയം, ഗാന്ധി ജയന്തി തുടങ്ങിയതാണ് ബെനീറ്റിയുടെ കാവ്യങ്ങൾ. ഗാന്ധി ജയന്തി, മാർത്തോമാ വിജയം എന്നിവ സിസ്റ്റർ മേരി ബെനീറ്റിയുടെ മഹാകാവ്യങ്ങളാണ്. എന്നാൽ ഗാന്ധി ഭാരതം എന്ന മഹാകാവ്യം പാലാനാരായണൻ നായരാണ് എഴുതിയിട്ടുള്ളത്. ഗാന്ധി ഭാരതം പാലാനാരായണൻ നായർ. സ്വഗതാഖ്യാന രൂപത്തിൽ KK കുട്ടമത്ത് എഴുതിയ മഹാകാവ്യം ഊർമിള എന്നാണ് ആ മഹാകാവ്യത്തിൻ്റെ പേര്. ഊർമിള, KK കുട്ടമത്ത്. പൊൻകുന്നം സെയ്ദ് മുഹമ്മദ് എഴുതിയൊരു മഹാകാവ്യമുണ്ട്. പൊൻകുന്നം സെയ്ദ് മുഹമ്മദിൻ്റെ മഹാകാവ്യം. അത് ഇസ്ലാം ചരിത്രം പശ്ചാത്തലമാക്കി എഴുതിയതാണ്. മാഹമ്മദം ഇപ്പം മനസ്സിലാക്കാൻ എളുപ്പം. പത്മിനി രാജഹംസം എന്ന അപൂർണ മഹാകാവ്യം വെബ്ലിയസ് ലക്ഷ്മണൻ നമ്പൂതിരിയാണ് എഴുതിയത്. പത്മിനി രാജഹംസം എന്ന അപൂർണ മഹാകാവ്യം വെബ്ലിയസ് ലക്ഷ്മണൻ നമ്പൂതിരി എഴുതുകയുണ്ടായി. ജനങ്ങളിലെ രാജഭക്തി വർദ്ധിപ്പിക്കാനായി ശ്രീചിത്രോദയം എന്ന മഹാകാവ്യം രചിച്ചു കുമ്മനം ഗോവിന്ദപിള്ള ജനങ്ങളിലെ രാജഭക്തി വർദ്ധിക്കാൻ വേണ്ടി എഴുതിയതാണ് ശ്രീചിത്രോദയം. ശ്രീകൃഷ്ണാഭ്യുദയം എന്ന മഹാകാവ്യം TR നായരാണ്. ശ്രീകൃഷ്ണാഭ്യുദയം എന്ന മഹാകാവ്യം എഴുതിയത് TR നായർ.
അതേസമയം ആര്യാമൃതം എന്ന മഹാകാവ്യം എഴുതി. ആര്യാമൃതം എന്ന മഹാകാവ്യം എഴുതിയത് KS മഠം പരമേശ്വരൻ നമ്പൂതിരി. KS മഠം പരമേശ്വരൻ നമ്പൂതിരി. മാധവൻ്റെ മഹാകാവ്യം എന്ന് വിളിക്കപ്പെടുന്നത് മാടശ്ശേരി മാധവൻ നായരുടെ രചനയാണ്. മാധവൻ്റെ മഹാകാവ്യം മാടശ്ശേരി മാധവൻ നായർ രചിച്ചു. നാരായണ ഗുരുവിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് കിളിമാനൂർ കേശവൻ രചിച്ച ഒരു മഹാകാവ്യം. നാരായണ ഗുരുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഗുരുവായൂർ കേശവനല്ല, സോറി, കിളിമാനൂർ കേശവൻ രചിച്ച മഹാകാവ്യമാണ് ഗുരുദേവ കർണാമൃതം. ഗുരുദേവ കർണാമൃതം എന്ന മഹാകാവ്യം നാരായണ ഗുരുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി കിളിമാനൂർ കേശവൻ രചിച്ചു. ഓക്കെ, അപ്പോൾ മഹാകാവ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇനിയും കുറച്ച് ആൾക്കാരെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താനുണ്ട്. അത് കളക്ഷൻ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ മഹാകാവ്യത്തെ സംബന്ധിച്ചുള്ള പ്രാസവാദത്തിന് ശേഷമുണ്ടായ അതിൻ്റെ വളർച്ചയെ ആണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. ഓക്കെ.